ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ബിഗ് ബോസ് കണ്ടന്റുകൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് പലരും വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊന്ന് ട്രാക്ക് മാറിപ്പോയി എന്നുള്ളത്. നോ ഗൈസ്, സി ഈ ഒരു കോണ്ടന്റ് ഇതൊരു ബിഗ് ബോസ് കോണ്ടന്റ് അല്ല, ബട്ട് ഈ ഒരു കോണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോണ്ടന്റ് നിങ്ങൾ ഷെയർ ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോ. ഇത് നിങ്ങൾ എല്ലാവരുടെ അടുത്തും എത്തിച്ചോ. ഓക്കെ, പാരൻസ്, സ്റ്റുഡൻസ്, ഇപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പോലീസ്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോണ്ടൻ്റാണ്. ഡേറ്റിംഗ് ആപ്പുകൾ, ഓക്കെ, അപ്പോൾ ഭയങ്കര നോർമലി എല്ലാവർക്കും പരിചയമുള്ളൊരു സംഗതിയായി മാറിയിട്ടുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ. ഒരുപാട് പേര് അറിഞ്ഞു അറിയാതെയും, നമ്മളൊക്കെ അറിഞ്ഞു അറിയാതെയൊക്കെ പലരും യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ. ഓക്കെ, അപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ ഭയങ്കര നോർമലൈസ്ഡായി. ആളുകളുടെ ഇടയിൽ പലരും അത് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ ഉപയോഗിച്ച് കൈ പൊള്ളി ഒഴിവാക്കിയവരുണ്ട്. ശരിക്കും ഇത് ഭയങ്കര സേഫ്റ്റി ത്രെട്ടാണ്. ഓക്കെ, ബിക്കോസ് ഒന്ന്, ഇതിലൊക്കെ ലോഗിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, എസ്പെഷ്യലി കുട്ടികൾക്ക്. ഓക്കെ, കുട്ടികൾക്ക് അവർക്ക് ചിലപ്പോൾ പ്രായം കൂട്ടി കാണിച്ചിട്ടോ ഐഡൻറ്റിറ്റി ഫേക്ക് ചെയ്തിട്ടോ ഒക്കെ പല ആപ്പുകളിലും കയറാം. അവരങ്ങനെ ആപ്പുകളിൽ കയറിയതിനു ശേഷം അവരെ വൃത്തികെട്ട രീതിയിൽ വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ട്രാപ്പാക്കി ഉപയോഗിക്കുന്ന ഒരുപാട് പേര് സൊസൈറ്റിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനൊരു ഒരു മാഫിയ ടീം തന്നെ ഉണ്ട് അതിന്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളിൽ പോയി പെട്ട കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അടക്കം ഒരുപാട് പേരുടെ ലൈഫ് സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാട്. ഞാൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നത് തന്നെ ഈ ഒരൊറ്റ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ്. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി തുടങ്ങിയത്. ആരുമില്ലേ തടയാൻ. കുറ്റകൃത്യങ്ങളുടെയും ലൈംഗിക വൈകൃതങ്ങളുടെയും കേന്ദ്രമായി ഗേ ഡേറ്റിംഗ് ആപ്പ്, കുട്ടികളെ ചൂഷണം ചെയ്യുന്നവരും ആപ്പിൽ. ഓക്കെ, ഇത് മനോരമ ന്യൂസ് കൊടുത്തൊരു എക്സ്ക്ലൂസീവാണ്. ഗ്രിൻഡർ എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. ഞാനിത് ഇവിടെ ഈ ആപ്പിൻ്റെ പേര് പറയാൻ കാരണം നിങ്ങളെല്ലാവരും കൂടി അതിൽ കയറി പോയി നോക്കാനോ, ഇനി ഞാനിവിടെ കാണിക്കുന്ന ഇൻസ്റ്റാഗ്രാം സ്ക്രീൻഷോട്ടുകളിൽ നിങ്ങളെല്ലാവരും കൂടി കയറി പോയി നോക്കാനോ അല്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളതൊക്കെ പൂട്ടിക്കാനുള്ള പരിപാടികൾ നോക്കും. ഇത് കാണുന്നവരാണെങ്കിൽ അത് പൂട്ടിക്കാനുള്ള പരിപാടി നോക്ക്. മനസ്സിലായോ? ആക്ച്വലി ഞാൻ ഈ കേസ് കേൾക്കുന്നത്, ഇത് കാസർഗോഡ് ചന്തേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുണ്ടായ കേസാണ്. ആ ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 16 വയസ്സുള്ള 16 വയസ്സുള്ള ഒരു കുട്ടിയെ 10-16 പേര് ചേർന്ന് വളരെ മോശമായ രീതിയിൽ അങ്ങോട്ട് പിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിഷയം ഞാനിവിടെ സൈഡിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടിയിലേക്ക് ഈ 16 പേര് എത്തിയിട്ടുള്ളത്. ഈ 16 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഇതിൽ റെയിൽവേ ഉദ്യോഗസ്ഥനുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ട്, ഇതിനകത്ത് ഒരു AEO ഉണ്ട്. ഓക്കെ, ഒരു AEO നിങ്ങൾ ആലോചിക്കണം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളുണ്ട്. ഇങ്ങനെ സൊസൈറ്റിയുടെ പല മാന്യമായ മുഖങ്ങൾ അല്ലെങ്കിൽ ഫേക്ക് ഫേസസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന പല പൊസിഷനിലും ഇരിക്കുന്ന ആളുകളൊക്കെ പാടെ കൂടി ചേർന്നിട്ടാണ് 16-കാരനായ ഒരു കുട്ടിയെ പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടു ചെന്ന് കുട്ടിയെ വലിച്ച് പിച്ച് ചീന്തിയിട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഈ 16-കാരൻ്റെ അമ്മ വീട്ടിലൊരു ദിവസം പോയ സമയത്ത് വീട്ടിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു, കുട്ടി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ആപ്പിൽ കയറി കുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഇതേപോലെ അപ്രോച്ച് ചെയ്ത് ആ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുട്ടിയെ ട്രാപ്പിലാക്കി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഇതേപോലെ വൃത്തികേടുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച് ആ കുട്ടിയുടെ ലൈഫ്, ആ കുട്ടി മൊത്തം ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. പിന്നെ ആ കുട്ടി ചൈൽഡ് ലൈനോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് 16 പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഈ മുസ്ലിം നേതാവ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അയാൾ ഒളിവിലാണ്. ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് പിടിച്ച് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 16 പേരിൽ 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 പേരാണ് ഇനി കിട്ടാനുള്ളത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് വെച്ച് തരാം. അതിന് ശേഷം ഈ ഡേറ്റിംഗ് ആപ്പുകൾ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നൊരു വ്യക്തി ഒരു വ്യക്തി എന്നോട് വന്ന് പേഴ്സണലി എനിക്ക് അയച്ചു തന്നൊരു വീഡിയോൻ്റെ ഒരു ക്ലിപ്പും, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടേ. നമസ്കാരം. 16-കാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ
ചന്ദേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ 8 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുട്ടിയാണ് ഈ 16-കാരൻ. കേസിൽ അറസ്റ്റിലായതോടെ ബേക്കൽ AEOയ്ക്ക് സസ്പെൻഷൻ. AEOയായ VK സൈനുദ്ദീനെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് ഇയാൾ പീഡിപ്പിച്ചത്. സംഭവത്തിൽ 14 പേർക്കെതിരെ പോക്സോ കേസെടുത്തിട്ടുണ്ട്. കേസിൽ യൂത്ത് ലീഗ് നേതാവും പ്രതിയാണ്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി 52-കാരനായ VK സൈനുദ്ദീൻ, പടന്നക്കാട്ടെ 64-കാരനായ റംസാൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരനായ പിലിക്കോട് ഏരവിലെ 48-കാരനായ ചിത്രരാജ്, വൾവക്കാട്ടെ 55-കാരനായ കുഞ്ഞഹമ്മദ്, ചന്ദേരയിലെ അഫ്സൽ 23 വയസ്സാണ്, തൃക്കരിപ്പൂർ പൂച്ചോലിലെ 60-കാരൻ നാരായണൻ, തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിലെ 30-കാരനായ റയീസ്, സുകേഷ് വെള്ളച്ചാൽ 30 വയസ്സാണ്, ചീമേനിയിലെ 36-കാരനായ ഷിജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ട് സ്വദേശിയായ 46-കാരൻ സിറാജുദ്ദീനാണ് പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കുട്ടിയെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയും പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ മാതാവിനെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്താകുന്നത്. ഈ വിദ്യാർത്ഥിയുടെ അമ്മ ചന്ദേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥി ചൈൽഡ് ലൈനിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ 15 ആളുകളുടെ പേരാണ് വിദ്യാർത്ഥി മൊഴിയിൽ പറഞ്ഞത്. ഇതാണ് ഈ കാസർഗോഡ് ചന്ദേര സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുള്ള കേസ്. ഓക്കെ, ഈ കേസിൽ തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഫൈൻ, ഈ കുട്ടിയുടെ അമ്മ വീട്ടിൽ വരുമ്പോൾ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, അതിനെ തുടർന്ന് കുട്ടിയോട് സംസാരിച്ച അമ്മ, പിന്നെ അങ്ങനെ നിങ്ങളിപ്പോൾ കേട്ടല്ലോ. അതായത് അതാണ് സംഗതി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത്. അതായത് ഇയാൾ ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോഴാണ് കുട്ടിയോട് പോയി അമ്മ ചോദിക്കുന്നതും പിന്നെ കുട്ടി ചൈൽഡ് ലൈനോട് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അപ്പോഴും 8 മുതൽ 10 വരെ 2 വർഷമായിട്ട് 2023 മുതൽ 2025 വരെ സ്വന്തം മകൻ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കോഴിക്കോട്, കാസർഗോഡ് നിങ്ങൾ ആലോചിക്കണം, കോഴിക്കോട്, അതുപോലെ കൊച്ചി, അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും 10-15 ആളുകൾ ഈ കുട്ടിയെ മാറി മാറി കൊണ്ടുപോയി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പാരൻസ് ഇതൊന്നും അറിഞ്ഞില്ലേ? പാരൻസിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലേ? സ്വന്തം മകൻ ഇതേപോലെ വീട്ടിൽ നിന്ന് 10-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്നൊക്കെ സമയത്ത്, 9-ലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഇത് പോസിബിൾ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, പോലീസ് അന്വേഷണവും കാര്യങ്ങളും ഒരു സൈഡിൽ അവിടെ അങ്ങനെ നടന്നോട്ടെ. എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളത്, ഇതിലിപ്പോൾ കാണിക്കുന്നത് ഒരു ഗേ ഡേറ്റിംഗ് ആപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, ഈ ഗേ ഡേറ്റിംഗ് ആപ്പായ ഗ്രിൻഡർ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലായിട്ട് പല രീതിയിലുള്ള കേസുകൾ, ഓക്കെ, ഈ ലൈംഗികമായ ചൂഷണം, ലഹരിക്കടത്ത്, അതേപോലെ ഹണി ട്രാപ്പ്, പല രീതിയിൽ ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് കേസുകളായിട്ടുണ്ട്, വിഷയങ്ങളായിട്ടുണ്ട്. എന്നാലും ഈ ആപ്പ് ഇന്ത്യയിൽ ഇപ്പോഴും എന്താണ്, ബാൻഡല്ല, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൽ കാണിച്ചതൊരു ഗേ ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ ഇവിടുത്തെ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരുപാട് ഗെയിമേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ തൊപ്പിയുടെ ലൈവ് ഞാൻ കാണാറുണ്ട്, സായി പോപ്പ്, അങ്ങനെ കുറേ ആൾക്കാർ, ഈഗിള്, കുറേ ആൾക്കാർ ലൈവ് സ്ട്രീമിങ് ചെയ്യാറുണ്ട് ഇല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. ചില ആളുകൾ ഇതേപോലെ കുറേ ആപ്പുകൾ തുറന്നു വെച്ചിട്ട് അതിൽ ആളുകളായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ ആയിട്ടുള്ള കുറേ ഒമേകൾ, അതേപോലെ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി വേറെ എന്തോ തൊപ്പിയുടെ വീഡിയോനകത്ത് വേറെ സാധനത്തിന് ഞാൻ കണ്ട്. അങ്ങനെ കുറേ ആപ്പുകളിൽ, ഡേറ്റിംഗ് ആപ്പുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പുകളിൽ ഇതേപോലെ ആളുകളെ പരിചയപ്പെടുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനകത്തൊരു വാർണിംഗ് കൊടുക്ക്. നിങ്ങളുടെ ലൈവിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് കുട്ടികളാണ്, നിങ്ങളൊരു വാർണിംഗ് കൊടുക്ക്. ഇതേപോലുള്ള ആപ്പുകളിൽ കയറിയിട്ട് വല്ല സ്ട്രേഞ്ചേഴ്സുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടി, ആ സ്ട്രേഞ്ചേഴ്സിനായിട്ട് പിന്നെ നിങ്ങളൊരു പേഴ്സണൽ ചാറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഷെയർ ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഒരു സ്പേസിലെത്തി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സായ കുട്ടികളോട് പറ, ഈ ആപ്പിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ പാരൻസിനായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് വേണം, ഒരു മോഡറേഷൻ വേണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളൊരു 18+ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം ഇങ്ങനത്തെ ആപ്പുകൾ വഴി പലർക്കും
വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പലർക്കും വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്പുകൾ നിർത്തണമെന്നോ അല്ലെങ്കിൽ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ശരിക്കും സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണിത്. കാരണം ഇവിടെ കുറേ പോൺ സൈറ്റുകളാണ് നിരോധിച്ചു. ഓക്കെ, അതുകൊണ്ട് എല്ലാം ആയി. കുറേ പോൺ സൈറ്റുകളാണ് നിരോധിച്ചപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ. എന്ത് കാര്യം? VPN ഇട്ടാൽ എപ്പോഴും പല സൈറ്റ് കിട്ടും. അതിലേക്കാ ഡേഞ്ചറാണ് ഇങ്ങനത്തെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന പല സാധനത്തിനും ഒരു വെരിഫിക്കേഷനും വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ 18 താഴെയുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണ് ആ സൈറ്റിൽ കയറുന്നതെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് വിചാരിച്ചോ, അവർക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഇയർ ഒന്ന് മാറ്റിയിട്ട് ഒരു 10 വർഷം മുന്നിക്കോ ഒരു 5 വർഷം മുന്നിക്കോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുക. അവിടെ ഒരു രീതിയിലുള്ള KYC എന്ത് ചെയ്യുന്നില്ല, അവിടെ ചോദിക്കുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഗവൺമെൻറ് റെഗുലേഷൻസ് കൊണ്ടുവരണം. ഡേറ്റിംഗ് ആപ്പ് വരുന്നുണ്ടോ, അതിൽ കൃത്യമായ ഐഡൻറ്റിറ്റീസ് വാങ്ങണം. ഓരോ വ്യക്തികളും അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ നിന്ന് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി വാങ്ങാതെ അവരുടെ വേരിഫിക്കേഷൻസ്, അങ്ങനെയുള്ള ആപ്പുകളുണ്ട്. നമ്മളുടെ ലൈസൻസ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആധാർ കാർഡ്, നമ്മളെ വോട്ടേഴ്സ് ID, ഇതൊക്കെ കൊടുത്ത് നമ്മളുടെ ഫേസ് അടക്കം നമ്മളെ വേരിഫൈ ചെയ്ത് അങ്ങനെ പെയ്ഡായിട്ട് കയറുന്ന ആപ്പുകളുണ്ട്. അത് പിന്നെയും സേഫാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൽ നിന്നൊരു ചതിക്കുഴി പോയി പെട്ടെന്ന് നമ്മളെ പറ്റിച്ചാരാന്നെങ്കിലും മനസ്സിലാവും, കുട്ടികൾ കയറാതിരിക്കും. പക്ഷെ ഇങ്ങനെ കുറേ സാധനത്തിനകത്ത് കുട്ടികളും പോയി പെടുകയാണ്. പിന്നെ ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. അതായത് ഇപ്പോൾ ഞാൻ LGBT കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ലെസ്ബിയൻ, ഗേ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഞാൻ പൊതുവെ എന്താണ്, അവരവരുടെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ, അവർക്ക് അവരുടെ വിസിബിലിറ്റി ആവശ്യമാണ്, സൊസൈറ്റിയിൽ നിന്ന് അവരെ കല്ലെറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ വിൽ ടെൽ യു സംതിങ്. ഇപ്പോൾ ഈ ഗേ ആപ്പ്, ഓക്കെ, ഈ ആപ്പിനകത്തൊക്കെ ചിലപ്പോൾ ജെന്യുവിനായിട്ടൊരു പാർട്ട്ണറെ കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്പേസ് ഷെയർ ചെയ്യാനോ വരുന്നവരുണ്ടാവും. പക്ഷെ അതല്ലാതെ ഇതിനകത്ത് ഒളിഞ്ഞിരുന്ന് അതിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടി ചൂഷണം ചെയ്യാൻ നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്. മനസ്സിലായോ? ചൂഷണം നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്നല്ല, മുതിർന്നവർക്ക് അടക്കം ചൂഷണം നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് കോട്ടപ്പടിയിലും അതേപോലെ മലപ്പുറത്തിൻ്റെ കുന്നിൻ്റെ മുകളിലും അപ്ഹിൽ ടൗണ് കുന്നിൻ്റെ മുകളിൽ KSRTCൻ്റെ അവിടെയൊക്കെ ആയിട്ടൊക്കെ കുറേ പേര് രാത്രി വന്നിട്ട് പരിപാടിക്ക് വേണ്ടി നിൽക്കും. അപ്പോൾ അവർ നിൽക്കും. നാട്ടുകാർ പിന്നെ പോയി ചോദിക്കാൻ തുടങ്ങി. ഒരു വട്ടം ഒരുത്തനെ പിടിച്ചടിക്കാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഒരു പയ്യൻ വണ്ടി നിർത്തി, റേറ്റ് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചങ്ങായി റേറ്റ് പറഞ്ഞു. അപ്പോൾ ഇവനെ കൊണ്ടുപോയി ഇവനെ അടിച്ചു ഓടിട്ടിട്ട് അടിച്ചിട്ട് ഇവനാകെ സീനായി. ഇവൻ പോയ പരിപാടി ഇവനോട് തിരിച്ചെടുത്ത് അതിലിവനാകെപ്പെട്ട് ഇവൻ സീനായി. ഇവൻ ഓടി റോട്ടിൽ കൂടി ഓടി. നമ്മൾ ലാസ്റ്റ് കാര്യം ചോദിച്ച സമയത്ത് ചെക്കൻ കാര്യം പറഞ്ഞു. അങ്ങനെ ആ ചെക്കൻ പോയി. പിറ്റേ ദിവസം നമ്മൾ നോക്കിയിരുന്നു, എല്ലാവരും കൂടി കോട്ടപ്പടിയിൽ നിന്ന് ഒരുത്തനെ പിടിച്ച്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഫുള്ള് മറ്റേ സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് മൂപ്പര് അവിടെ നിൽക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ എന്താ, വയനാട് ഭാഗത്തുള്ള ഏതോ മാഷാണ്. നോക്കുമ്പോൾ അയാൾ ഗേ ആണ്, പക്ഷേ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇവിടെ കോട്ടപ്പടി വന്ന് നിൽക്കുന്നത്, മലപ്പുറത്ത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചത് എന്തിനാ സ്ത്രീവേഷം കെട്ടി വന്ന് നിൽക്കുന്നത്, എന്താ നിങ്ങളുടെ ആവശ്യം എന്താ? അപ്പോൾ നിങ്ങളെ അപ്പോൾ എന്താ പരിപാടി? ഇയാൾ ഗേ ആണ്, സ്ത്രീവേഷം കെട്ടിയുന്ന വല്ല ആണുങ്ങളും വരുമല്ലോ. ആണുങ്ങൾ പരിപാടിക്ക് വരുമ്പോൾ ആ വന്നവനെ പരിപാടിയാക്കിയിട്ട് വിടുന്ന പണി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പല രീതിയിൽ ചൂഷണം ഇതിലും നടക്കുന്നുണ്ട്. ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പല രീതിയിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഈ ആപ്പുകളിൽ നിന്ന് കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലേ? പാരൻസ് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ഇതേപോലെ ഗേയോ ലെസ്ബിയനോ ആയിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. ജോലി എടുത്ത് വളരെ മാന്യമായിട്ട് അവരുടെ ലൈഫ് നോക്കി പോകുന്ന ആളുകളുണ്ടാവും. അവർ പറഞ്ഞു കൊടുക്കുക, ഞങ്ങളുടെ കൂട്ടത്തിലും മോശമായ വ്യക്തികളുണ്ട്, മോശമായ സാഹചര്യങ്ങളിൽ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, അപ്പോൾ ബിവെയർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് വലിയൊരു ഒരു നിഗൂഢമായ മാഫിയ പോലെ പോകുന്നത്. സൊസൈറ്റിയുടെ പല ഇമ്പോർട്ടൻറ്റ് കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും പല ഐഡൻറ്റിറ്റീസും ഫേക്ക് ചെയ്തതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ പോരെ. കാസർഗോഡ് കേസിൽ ഒരു 16-കാരൻ ചെക്കനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവർ, സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ, പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയാണോ? ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ലൈറ്റ് സാധനം ഞാൻ കാണിച്ചു തരട്ടെ. അവിടെ ഗ്രൈൻഡർ
അമേരിക്ക ആസ്ഥാനമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗ്രൈൻഡർ LLC. ഗേ വ്യക്തികൾക്ക് തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണിത്. ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള ആപ്പിന് പ്ലേ സ്റ്റോറിൽ മാത്രം 5 കോടിക്ക് മുകളിലാണ് ഡൗൺലോഡ്. രഹസ്യജീവിതം നയിക്കുന്ന നിരവധി പേർക്ക് തങ്ങളുടെ ലൈംഗിക അഭികാമ്യം പ്രകടിപ്പിക്കാനുള്ള വേദി. പക്ഷേ ഈ ആപ്പിൽ ഏറെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് സമീപത്ത് ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളെ കാണാനാകും. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ രേഖപ്പെടുത്താനുള്ള ബയോ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലൈംഗിക വൈകൃതത്തിനും ആളെ കൂട്ടാനുള്ള വേദിയായി ഉപയോഗിക്കുകയാണ് ചിലർ. പെയ്ഡ് എന്നറിയിച്ച് ലൈംഗിക ബന്ധനത്തിന് പണം നൽകുന്നവർ, പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ചൂഷണത്തിന് ആവശ്യപ്പെടുന്നവർ, ആപ്പിൽ നിന്നും നേരിട്ടും ചിത്രങ്ങൾ ഉൾപ്പെടെ കരസ്ഥമാക്കി ബ്ലാക്ക്മെയിലിലൂടെ പണം തട്ടുന്നവർ. ഇത്തരത്തിലാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് യുവാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി സുമതി വളവിൽ ഉപേക്ഷിച്ചത്. തുടർച്ചയായ നിരവധി കേസുകളാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വിഷയത്തിൽ ഇടപെട്ട മദ്രാസ് ഹൈക്കോടതി ആപ്പ് നിരോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു. ആപ്പിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വിദേശ രാജ്യങ്ങളിലും നിരവധി കേസുകളുണ്ട്. സമൂഹത്താൽ രഹസ്യ ജീവിതം നയിക്കാൻ നിർബന്ധിതരായ ക്വീർ മനുഷ്യർക്ക് പരിചയപ്പെടാനുള്ള വേദി എന്ന നിലയിൽ ആപ്പിന്റെ ആശയം നല്ലതാണ്. പക്ഷേ ലൈംഗിക വൈകൃതങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആപ്പിനെ ദുരുപയോഗം ചെയ്യുന്നതിൽ കർശന നടപടിയും നിരീക്ഷണവും ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. ഓക്കെ, ഇനി ഇതൊരു ആപ്പിൽ ഒതുങ്ങുന്നില്ല. ഓക്കെ, ഈ പരിപാടികളൊന്നും ഒരു ആപ്പിൽ ഒതുങ്ങുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേജുകൾ കാണാൻ പറ്റും. ഓക്കെ, ആ പേജുകളിലൂടെ ചിലപ്പോൾ ഒരു പോസ്റ്റേ കാണും ഒരു പേജിൽ. ഇപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയും. ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്. ഓക്കെ, ഈ പേജ് ഗേ കേരള എന്ന് പറഞ്ഞൊരു പേജാണ്. ഈ പേജിൽ ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ. ഓക്കെ, ഒറ്റ പോസ്റ്റ് ഇട്ടാൽ ഈ ഒരു സാധനത്തിനകത്ത്, ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത്, ഈ ഒറ്റ പോസ്റ്റിൽ നിങ്ങൾ പോയി നോക്കി. ഇത് എത്ര വർഷം മുന്നേ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2020 നവംബർ 12 പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ്. ഇതിനകത്ത് ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുക. 79.4K കമൻസ്. ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അതിൻ്റെ തല അറിയുമ്പോൾ എന്തുവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്യൂറായിട്ടുള്ള ആളുകൾക്ക് സൊസൈറ്റിയിൽ ഒരു വിസിബിലിറ്റി കിട്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്തും അവരുടെ ഇടയിൽ മുതലെടുപ്പ് നടത്താനും ചൂഷണം ചെയ്യാനും നടക്കുന്ന ആളുകൾ പലരും ഇതേപോലെയുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് സൊസൈറ്റിയിൽ വൻ രീതിയിലുള്ള ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എതിർത്തേ പറ്റൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. അതിനൊന്നും നമുക്ക് ഒരിക്കലും ഒരു സപ്പോർട്ടായിട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ഓക്കെ, പല ആപ്പുകളുണ്ട്. പല ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പുകളിലും ഇതിലും മോശമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, പലരും ഒരു മീഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി, ലെറ്റ്സ് സേ ഒരാണോ പെൺകുട്ടിയോ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി നിങ്ങളൊരു സ്ട്രെയിഞ്ചറായിട്ട് കണ്ടുമുട്ടുന്നു. ആ സ്ട്രെയിഞ്ചർ ഒരു ബ്രോക്കർ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതിലൊരു ബ്രോക്കർ ഉണ്ട് ഈ കേസിൽ. ഈ ഒരു 16 വയസ്സ് ഉള്ള കാസർഗോഡുള്ള പയ്യന് ഈ ഒരു അവസ്ഥ വരാൻ, ഈ പയ്യന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരു ബ്രോക്കറാണ്. മനസ്സിലായോ? അതായത് പല ഡേറ്റിംഗ് ആപ്പുകളിലും പൈസ മുടക്കി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബാക്കിയുള്ളവരൊക്കെ പിടിക്കാൻ നിൽക്കുന്ന കുറേ ബ്രോക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സോഫ്റ്റ് ടാർഗറ്റ്സിനെ പൊക്കും. കുട്ടികളാണെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടം പൊക്കും. അല്ലെങ്കിൽ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറണമെന്ന് പറഞ്ഞ് കയറുന്നവരുണ്ടാവും. പൊക്കിയതിന് ശേഷം എന്ത് ചെയ്യും? നൈസായിട്ട് ആദ്യം ഫണ്ട് അയച്ചു കൊടുക്കും. അവർക്ക് പൈസ കൊടുത്ത് ഫണ്ട് അയച്ച്, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും. ചെയ്തതിന് ശേഷം വളരെ തന്ത്രപൂർവ്വം അവരെ കയ്യിൽ നിന്ന് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അവർക്ക് കുറച്ച് എന്താ പറയുക ടൈം അവരൊപ്പം സ്പെൻഡ് ചെയ്ത് അവരിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ വാങ്ങും. എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും, അല്ലെങ്കിൽ പല സ്ഥലത്തും വിളിച്ചിട്ട് ട്രാപ്പിലാക്കും. ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ. എന്നിട്ട് അവർ ഈ വന്ന ആളുകളെ വിൽക്കും. കുട്ടികളാണെങ്കിൽ കുട്ടികളെ വിൽക്കും. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും, 16 വയസ്സുള്ളൊരു ചെക്കനാണ് കൊണ്ടുവന്ന് വിറ്റിട്ടുള്ളത്. ഇത് മുതിർന്നവർക്കും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഈ ഒരു 16 വയസ്സുകാരന് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിലെ ഏജ് കാറ്റഗറിയിൽ നോക്കും 30, 40, 60 വരെ പോയിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളിതിനെക്കുറിച്ച് അവെയർ ആവണം. നമ്മൾ 4 അലൻ ജോസ് പെരേരേൻ്റെ റീലോ അല്ലെങ്കിൽ 4 മറ്റേ റീലോ ഇങ്ങനെ തമ്മിൽ ഷെയർ ചെയ്ത് സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ന്യൂസ് വന്നാലടക്കം നിങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, സെൻഡ് ചെയ്യും. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെ ജനറേഷൻ വേണം ഇതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ. കാരണം നമ്മളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒപ്പം വളർന്നു വരുന്നവർ. നമ്മളുടെ മുന്നുള്ള നമ്മളെ അച്ഛൻ്റെയോ നമ്മളെ അമ്മയുടെയോ നമ്മളെ മുത്തശ്ശൻ്റെയോ ഒന്നും ജനറേഷനൊന്നും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മളുടെ കഴിഞ്ഞ് വന്ന ജനറേഷൻ, അതായത് ഇപ്പോഴത്തെ ജെൻസി
അല്ലെങ്കിൽ 2K ഇവർക്കും കൂടി നമ്മൾ വേണം എന്ത് ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ ഈ 90s ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു പരിപാടി. ഓക്കെ, ഡേറ്റിംഗ് ആപ്പുകൾ നിരോധിക്കണമെന്നോ അങ്ങനെ, പക്ഷേ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരണം. പ്രോപ്പറായിട്ടുള്ള KYC വെരിഫിക്കേഷൻസ് ഇല്ലാതെ ഒരു ആപ്പും ഇവിടെ സർക്കാർ സമ്മതിക്കാൻ പാടില്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതേപോലുള്ള കാട്ടവരാതെ പേജുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ റിപ്പോർട്ട് അടിച്ച് കളാ. മനസ്സിലായില്ല? അവിടെ പോയി റിപ്പോർട്ട് അടിച്ചാൽ അല്ലെങ്കിൽ പേജ് പൊട്ടിക്കാനുള്ള പണിയെടുക്കുക. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറയാം, ഈ കേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യും. ഓക്കെ, ആൻഡ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു പയ്യൻ്റെ വീഡിയോ വയ്ക്കുന്നുണ്ട്. ഓക്കെ, വോയിസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയിൽ ഇതേപോലെ ആപ്പ് കാരണം ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് പിന്നെ അന്ന് റിക്കവറായി വന്നൊരു പയ്യനാണ്, റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ പറയുന്ന കാര്യങ്ങളും അവൻ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ കുടുംബത്തിൽ നിന്നും ബാക്കി കസിൻസിൻ്റെ ഇടയിൽ നിന്നും ഓക്കെ, അത് ഒരാൾ വേറൊരാൾ കാരണം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ അബ്യൂസ് കിട്ടിയ ആൾ എൻ്റെ ജീവിതം പോയാലും എന്നാൽ ഞാൻ ഈ 4 ജീവിതം കളയട്ടെ എന്ന് പറഞ്ഞിറങ്ങും. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പയ്യൻ്റെ തുറന്നു പറച്ചിൽ, ഈ പയ്യൻ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഈ പയ്യൻ ഇപ്പം മെച്ചുവേർഡാണ്, 18+ ആണ്. ഈ ചെക്കന് എന്താണെങ്കിലും എന്തെങ്കിലും കേസോ കാര്യം ഉണ്ടെങ്കിൽ അവനത് നേരിട്ട് കൊടുത്തോളാം. പക്ഷേ ഇത് ഇവനെ അറിയണം, ഈ ഇൻഫർമേഷൻ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കാസർഗോഡ് കേസ് ബേസ് ചെയ്തിട്ട്, ഈ ആപ്പ് ബേസ് ചെയ്തിട്ട് ഇതേപോലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലുള്ള പരിപാടികൾ ഇവനറിയാം. മനസ്സിലായല്ലോ? ഇതേപോലെ ചൂഷണം ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടും സ്വന്തം ലൈഫിൽ നടന്നൊരു കാര്യം തുറന്നു പറയാൻ റെഡി ആയതുകൊണ്ടുമാണ് ഞാൻ ഈ പയ്യൻ്റെ വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നത്. മസ്റ്റായിട്ടും ആ വീഡിയോ കാണണം. അതിന് കുറേ എക്സ്പീരിയൻസ് ആ പയ്യൻ പറയുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് സേഫായിട്ടിരിക്കുക. നാട്ടിൽ എന്തൊക്കെ, നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ നടക്കുന്നു, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എടുത്ത് വയ്ക്കുക. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫോണും ഡാറ്റയും 4 റീൽസും പിന്നെ 2 വീഡിയോയും കണ്ട് തീർക്കാനുള്ളതാക്കരുത് ഒരിക്കലും. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്, അത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെ കയ്യിൽ മാത്രം വെക്കുകയല്ല വേണ്ടത്. നമുക്ക് ഫീൽ ചെയ്യണം ഇത് 10 ആൾ അറിയണം എന്നുള്ള ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് 10 ആളോട് നമ്മളെ ചുറ്റുപാടുള്ളവരോട് പറയുക. യൂസ് യുവർ പ്രൊഫൈൽസ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, ഇത് 10 ആളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് 10 ആളോട് പറയാൻ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് 1ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അവനെ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെന്ന് അറിയത്തില്ല. സോ സെക്ഷലി അസോൾട്ടഡ് മീ ആൻഡ് വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ 7th അവൻ ആ ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്ന് അവിടെ വീണ്ടും ഒരു സെക്ഷൽ അസോൾട്ട് നടന്നു. അവിടെ ഏകദേശം 20ഓളം കുട്ടികളെ ചേർത്തു. ആൻഡ് അത് കഴിഞ്ഞാണ് ഞാൻ 7ലും 8ലും പഠിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ആൻറ്റിയുടെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് കസിൻ സെയിം ടൈമിൽ ഒരുമിച്ച് കുളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അവിടെ വെച്ച് സെക്ഷൽ അബ്യൂസ് ആവുകയും പിന്നെ പോൺ വീഡിയോസ് കണ്ടുകൊണ്ട് അവിടെ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്താ പറയുക, ഒരുപാടധികം എന്താ പറയുക, അവരുടെ കസിൻ്റെ വീട്ടിൽ കൂടെ പോകുമ്പം മോസ്റ്റ് ഓഫ് എന്താ പറയുക കസിൻസ് എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോയവരാണ്. എന്താ പറയുക, ഇവരെല്ലാവർക്കും ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ടു ബോയ്സ്. എന്നെ കൊണ്ട് ഒരുത്തൻ മാസ്റ്റർബേറ്റ് ചെയ്യിപ്പിക്കുക. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവരുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം വന്നപ്പോൾ ശരിയാവുമോ? ഇല്ല. തിരിച്ചു വന്ന് ഞാൻ എറണാകുളത്ത് തിരിച്ചു വന്നു. എൻ്റെ നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തി, നെയ്ബറായിട്ടുള്ള ഒരു സെയിം ഏജിലുള്ള ഒരാൾ, അവനെ അവൻ്റെ കസിനെ അബ്യൂസ് ചെയ്തു. സോ അവൻ ഇത് മനസ്സിലാക്കാതെ തെറ്റാണെന്ന് ഞാൻ അവനോട് ഷെയർ ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സോ പക്ഷേ അവനെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ
ഹി യൂട്ടിലൈസ്ഡ് മീ. അവൻ എൻ്റെ സെക്ഷൽ വെപ്പണാക്കി മാറ്റി. അവർക്ക് എന്നെ കൺവിൻസ് ചെയ്തതൊന്നും വലിയ തെറ്റുള്ള കാര്യമില്ല എന്ന്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പറഞ്ഞ് കീഴ്പ്പെടുത്തി. അവനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മൂലം വേറെ ഒരുത്തിനും കൂടെ ഈ കെണിയിൽ വന്ന് വീഴുകയുണ്ടായി. ഇപ്പോൾ ഈ ബന്ധുക്കൾ, ഈ സർക്കിൾ വരുന്നവരെല്ലാം തന്നെ കസിൻസാണ്. ആരാണ് എൻ്റെ തെറ്റുകാർ? 1ാം ക്ലാസ് വെച്ച് അവനെ ആരും അബ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവൻ എന്നെ അബ്യൂസ് ചെയ്തതുണ്ടായി. നിങ്ങൾ എക്സിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം, മല്ലു ബോയ്, ഒരു ഗേ സെക്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന മലയാളം ചാനലുകൾ ഒരു 100-150 ചാനലെങ്കിലും കാണും. ഓരോന്നിനും 5000 ഫോളോവേഴ്സും മുതൽ 40K ഫോളോവേഴ്സ് വരെ ഉണ്ട്. ഇനി INC, മാസ്റ്റർ, സ്ലേവ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഗേസും ബൈസെക്ഷനും മാത്രമാണ്. അതുകൂടാതെ ലെസ്ബിയൻ എന്ന് പറഞ്ഞ് ഈ LGBTQ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഇത്രമാത്രം ഏകദേശം 5 പ്രാവശ്യം ഇത്ര ആൾക്കാരിൽ നിന്ന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന എത്ര പേരുണ്ട്? ടീനേജേഴ്സ് മാത്രമാണോ? കേരളത്തിൽ ഞാനൊരു 30 പേരെ 1 ഇയർ മുമ്പ് പരിചയപ്പെട്ടപ്പോൾ അതിൽ 3 പേര് മൈനേഴ്സ് ആയിരുന്നു കേസ്. 3 പേര് എന്ന് പറഞ്ഞാൽ 30-ൽ 3 പേരും എന്ന് പറഞ്ഞാൽ 1/10 പ്രോബബിലിറ്റി. അന്നേരം ഒരു 30,000 ഇങ്ങനെയുള്ള സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 3000 എങ്കിലും മൈനേഴ്സ് ഉണ്ടാവും. ഇത്രയും പേര് എങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു? ഇപ്പോഴും ട്രെയിനിലും റോഡിലും വെച്ച് ഓരോരുത്തരിങ്ങനെ അബ്യൂസ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുന്നില്ല. അവർ വേറെ ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്നു, അവരതിൻ്റെ അപ്പുറത്തുള്ള പിള്ളേരെ അബ്യൂസ് ചെയ്യുന്നു. ഇനി 50 വയസ്സുള്ളവർ പോൺ വീഡിയോസ് കണ്ട് ഫാപ്പ് ചെയ്ത് കഴമൂത്ത് എന്താ പറയുക, അങ്ങനെയായി അവർ ഇതിലേക്ക് കടന്നു വന്ന് ഇങ്ങനത്തെ പോൺ വീഡിയോസ് കണ്ട് അവസാനം ബോയ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ബസ്സിൽ പോകുമ്പോൾ കയറി പിടിക്കുക, റോട്ടിൽ പോകുമ്പോൾ കയറി പിടിക്കുക. കാസർഗോഡ് നടന്ന ഇൻസിഡൻറ്റ് 14 വയസ്സുള്ള ഒരു ചെറുക്കൻ 12 വയസ്സുള്ളപ്പോൾ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനും വീണുപോയി, ആ ചെറുക്കനും വീണുപോയി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്കവറായി വരുന്നു. +1 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്, അവനും സെക്ഷലി യൂട്ടിലൈസ് ചെയ്തു. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയല്ല. എനിക്ക് ഗേൾസിനോട് അട്രാക്ഷൻ ഉണ്ടാവേണ്ട ആളാണ്, ഹെട്രോസെക്ഷലാണ്. ഇന്ന് ഇത്തരത്തിലുള്ള ട്രോമാസാണ് എൻ്റെ ഹോമോസെക്ഷലാക്കി മാറ്റുന്നത്. സോ ഇത് മനസ്സിലാക്കി ഞാൻ ഒരുപാടധികം ബുക്കുകൾ വാങ്ങി തുടങ്ങി, ലൈക്ക് ആറ്റോമിക് ഹാബിറ്റ്സ് പോലുള്ള ബുക്കുകൾ. ഇതൊക്കെ വായിക്കുമ്പം നമുക്ക് പുതിയ ഹാബിറ്റുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ മനസ്സിലായി. സോ അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ ഓൾമോസ്റ്റ് 90% ഇതിൽ നിന്ന് ഞാൻ റിക്കവറായെന്നാണ് പറയാം. ലോകത്ത് ഗേ കമ്മ്യൂണിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. 90% ഓഫ് ആൾക്കാരും റിക്കവറായി. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരള എന്ന് അടിച്ചു കൊടുത്തൊരു അക്കൗണ്ട് വരും, ഒരു 6 പാക്ക് ഒക്കെ ഉള്ള ഒരാളുടെ. ആ അക്കൗണ്ടിന് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് ഒരു 75,000-ലധികം കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിൽ മിനിറ്റ് ബൈ മിനിറ്റ് ന്യൂ കമൻറ്റ്സ് വരികയാണ്. അവിടെ ആളുണ്ടോ, ഇവിടെ ആളുണ്ടോ, ഇതിനാളുണ്ടോ, വോയിസ് കോൾ ചെയ്യാൻ ആളുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. ഇത്രയധികം ആൾക്കാർ എങ്ങനെയാണ് ഒരു ജെനറ്റിക്കൽ ഇഷ്യൂ ആവുന്നത്? എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഇതേപോലെ എത്ര പേരുണ്ട്? ഇതേ പറയാനുള്ളൂ. ഞാനിപ്പോൾ 90% റിക്കവറായി. ബാക്കിയുള്ള 10% എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിന് അവിടുത്തെ പോലീസോ സിസ്റ്റമോ ഒന്നും എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഗ്രൈൻഡർ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ 5 കിലോമീറ്ററിനുള്ളിൽ 10-ലധികം, ഒരു 30-ലധികം മാച്ചസ് കിട്ടും. സോ എനിക്കൊന്നാ പറയാനുള്ളൂ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ
പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്താണ് തുറന്ന് പറയുക. നിങ്ങളുടെ പേരൻസിനോട് പറയണ്ട, സൊസൈറ്റിയോട് പറയണ്ട, പിന്നെ ആരോടെങ്കിലൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നിങ്ങളെ സൊസൈറ്റീനെ ഇതിനെക്കുറിച്ച് അവെയർ ആക്കുക. ഇനി ഒരാൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ. ഇത് ഞാൻ പറയാത്തതും ഇതിനേക്കാളൊക്കെ വൾഗറായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പട്ടിയുടെ ഉടുപ്പിട്ട് റോട്ടിൽ കൂടെ നടത്തിക്കൽ, സ്വന്തം അമ്മ ഏതാ പെങ്ങളേതാ ആങ്ങളേതാന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. അവരുടെ എണ്ണം ഒട്ടും കുറവല്ല, 5000-ന് മുകളിൽ സ്വന്തം അമ്മേനെ സെക്ഷലി കാണുന്ന ആൾക്കാർ. INC എന്നൊന്ന് സെർച്ച് നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.